ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇമ്മാനുവൽ TV ചാനലിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ ആദ്യമേ അറിയിക്കട്ടെ. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുകയാണ്, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ 3 കാര്യങ്ങളെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധയോടെ ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ട 3 കാര്യങ്ങളെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം എന്ന് പറയുമ്പോൾ എബ്രായർ 2-ന്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, ദൂതൻ മുഖാന്തരം അരുളിച്ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും, ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പൊ ദൂതൻ മുഖാന്തരം അരുളിച്ചെയ്ത ദൈവത്തിന്റെ വചനം, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം, ദൂതന്മാർ മുഖാന്തരം അരുളിച്ചെയ്ത വചനം കേട്ട് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ ബോധിപ്പിക്കുന്നത്. അതിൽ നിന്ന് നാം ഒഴുകിപ്പോകുവാൻ അല്ലെങ്കിൽ വ്യതിചലിച്ചു പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുവാനിടയായത്. യെശയ്യാ പ്രവചനം 59:21 പറയുന്നു, ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു, നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ വചനം നമ്മുടെ വായിൽ നിന്ന് മാത്രമല്ല, അത് നമ്മുടെ സന്തതിയുടെ വായിൽ നിന്നും സന്തതിയുടെ വായിൽ നിന്നും നീങ്ങിപ്പോകുകയില്ല എന്നാണ്. ഈ ലോകത്തിൽ നമുക്ക് ചില നിയമങ്ങളുണ്ട്, അത് നാം പാലിക്കേണ്ടതാണ്. ഒരു റോഡിൽ നമുക്ക് വാഹനം ഓടിക്കണമെങ്കിൽ അതിൻ്റെതായ നിയമങ്ങൾ പാലിച്ചു വേണം വണ്ടി ഓടിക്കണമെങ്കിൽ. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ലോക നിയമങ്ങളെക്കാൾ നമുക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. അത് നാം പ്രമാണിക്കേണ്ടതാണ്. അതൊരു നിയമമാണ്, അത് ദൈവത്തിന്റെ കൽപ്പനയാണ്, അത് നാം അനുഷ്ഠിക്കേണ്ടത് ആവശ്യമാണ്. ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ദൈവത്തിന്റെ വചനം പ്രമാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് അത് നീങ്ങിപ്പോകുവാൻ ഇടവരരുത്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രമാണമായി എപ്പോഴും കൊണ്ടു നടക്കേണ്ടതായിട്ടുണ്ട്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 6-ൽ പറയുന്നു, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം, നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അപ്പോൾ നാം ദൈവത്തിന്റെ വചനം എന്നുള്ളത് അത് ഹൃദയത്തിൽ എപ്പോഴും ഇരിക്കേണ്ട കാര്യമാണ്. അത് നാം വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും അതേ ഹല്ലേലൂയ കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അത് സംസാരിച്ചു കൊണ്ടേയിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ എത്രമാത്രം കരുതിക്കൊള്ളേണ്ട, ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ട ഒരു വിഷയമാണ് ദൈവത്തിന്റെ വചനം എന്നുള്ളത്. അതിന് അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ദൈവത്തിന്റെ വചനം എന്നുള്ളത്. കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കുക, മുന്നോട്ട് പോകുക, ദൈവം ആഗ്രഹിക്കുന്ന നിലകളിലൂടെ ദൈവത്തിന്റെ പ്രമാണങ്ങളെ അനുസരിച്ച് മുന്നേറുക എന്നുള്ളത് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘടകമാണ്. വീണ്ടും കുറെ കാര്യങ്ങൾ ഇതിന് താഴോട്ട് പറയുന്നുണ്ട്, എന്നാലും ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. രണ്ടാമതായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന എന്ന വിഷയത്തെ
പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു യുദ്ധമാണ്. നമുക്കറിയാം, പിശാചിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. പ്രാർത്ഥനയാലല്ലാതെ നമുക്ക് പിശാചിനെ ജയിക്കുവാൻ കഴിയില്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രാർത്ഥന. അത് ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ്. ഹല്ലേലൂയ. പിശാചിന് പ്രസംഗിക്കുന്നവനെ ഭയമില്ല, എന്നാൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവനെ പിശാചിന് പേടിയാണ്. നാം മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ അവൻ നമ്മളെ ഭയക്കുവാൻ ഇടയായി തീരും. അവന്റെ തന്ത്രങ്ങൾ നമുക്ക് ജയം പ്രാപിക്കുവാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 12:5 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഈ വിഷയം നമുക്കറിയാം. അതിന്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, അക്കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെയും അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അത് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് പത്രോസിന് വളരെയധികം സുരക്ഷ ഏർപ്പെടുത്തിയതായിട്ട്, അവന് ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ടതായിട്ട്, തടവിലാക്കപ്പെട്ട ഒരു അനുഭവം. അതായത് അവനെ കാപ്പാൻ 4 ചേവകർ ഉള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു എന്ന്. അത്രമാത്രം സുരക്ഷയോടെയാണ് പത്രോസിനെ അവർ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടത്. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്ന് കാണുവാൻ കഴിയും. പത്രോസിന്റെ അടുത്തേക്ക് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വിടുതൽ പത്രോസിന്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ, ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഈ വിഷയം നമുക്കറിയാം. ഇതിന്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, അക്കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാളുകൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അവിടെ നാം കാണുമ്പോൾ യാക്കോബിനെ കൊന്നതിനു ശേഷമായിട്ട് പത്രോസിനെ പിടിക്കുവാനിടയായി. താൻ കാരാഗൃഹത്തിൽ അകപ്പെടുവാനിടയായി, ചെങ്ങലയാൽ ബന്ധിക്കപ്പെടുവാനിടയായി. വലിയ സുരക്ഷ അവിടെ ഏർപ്പെടുത്തി. 4 ചേവകരുള്ള 4 കൂട്ടത്തിനെ അവന് സുരക്ഷയായി വെച്ചു. ഒരു രീതിയിലും പുറത്തു വരുവാൻ കഴിയാതെ വണ്ണം ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് ഇരുമ്പ് വാതിലുകളാൽ ബന്ധിക്കപ്പെട്ട് ഇരുന്ന പത്രോസിനു വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ദൈവം തന്റെ ദാസനെ വിടുവിക്കുവാനായി സ്വർഗത്തിലെ ദൂതനെ കാരാഗൃഹത്തിലേക്ക് അയക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതൻ കടന്നു ചെന്നിട്ട് പത്രോസിനെ തട്ടി ഉണർത്തുന്നു കാണുവാൻ നമുക്ക് കഴിയും. നമുക്കറിയാം, ഒരു പോലീസ് വണ്ടി കണ്ടാൽ തന്നെ പലർക്കും ഭയമാണ്. അങ്ങനെയാണെങ്കിൽ കാരാഗൃഹത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് എത്രമാത്രം ഭയമുണ്ടാകും. എന്നാൽ പത്രോസ് ഇവിടെ വളരെ നല്ല രീതിയിൽ ഉറങ്ങുന്നതാണ് കാണുവാൻ കഴിയുന്നത്. ദൂതൻ അവനെ വിളിച്ചു. അപ്പോഴും ശരിയായ ഉറക്കത്തിൽ നിന്ന് അവൻ ഉണർന്നിട്ടില്ല. താൻ കാണുന്നത് ഒരു ദർശനം പോലെ അല്ലെങ്കിൽ ഒരു സ്വപ്നം പോലെയാണ് തനിക്ക് തോന്നിയത്. അവിടെ നിന്ന് ദൂതൻ അവനെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന് അവനെ ഉണർത്തുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. വഴിവരെ എത്തിയപ്പോഴാണ് അവന്റെ ഗൗരവങ്ങളെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ. എന്നാൽ താൻ കടന്നുപോയത് അപ്പോസ്തലപ്രവൃത്തി 12:12 വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മയായ മറിയയുടെ വീട്ടിൽ ചെന്ന് അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു.
മറിയയുടെ വീട്ടിലേക്കാണ്, ഒരു സഹോദരിയുടെ, പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയുടെ വീട്ടിലേക്കാണ് പത്രോസ് കടന്നുപോയത്. അതെ, അവന് കിട്ടിയ വിടുതലിനെ ആദ്യമായി കാണുന്നത് ഒരു രോധ എന്ന് പറയുന്ന ബാല്യക്കാരത്തി കുട്ടിയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഇപ്പോഴും ദൈവസഭയിൽ എപ്പോഴും അധികം സ്ത്രീകളാണ് പ്രാർത്ഥനയ്ക്കായി കാണുന്നത്. ഇവിടെയും കൂടുതലായി ഈ വചനത്തിൽ എടുത്തു പറയുന്നത് സ്ത്രീകളെ കുറിച്ചാണ്. അവരുടെ പേരുകൾ എടുത്തു പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലെ, ഹല്ലേലൂയ, ഒരു സ്ത്രീ ആയിക്കോട്ടെ, ഒരു പുരുഷനായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ദൈവത്തിന്റെ വിടുതൽ, ഹല്ലേലൂയ, നമ്മുടെ ദൃശ്യ കണ്ണുകളാൽ കാണുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. ഒരു പക്ഷെ നമുക്ക് സ്വപ്നമായിട്ടായിരിക്കാം. നമ്മൾ തന്നെ പരസ്പരം പറയും, ഇത് നമുക്ക് തന്നെയാണോ സംഭവിച്ചത്? ഒരു സ്വപ്നം പോലെ തോന്നുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി അയക്കുന്ന ദൈവമാണ്. ഇവിടെയും പത്രോസിന് തോന്നിയത് ഒരു സ്വപ്നമായിട്ടാണ്. അവർ കണ്ടവർക്ക് ഹല്ലേലൂയ അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ രോധ എന്ന പെൺകുട്ടി കടന്നു ചെന്ന് പറയുമ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവർ പോലും നിനക്ക് ഭ്രാന്താണോ എന്ന് ചോദിപ്പാനിടയായി തീർന്നു. അപ്രകാരമുള്ള അനുഭവങ്ങളിലൂടെ ഹല്ലേലൂയ കടന്നു പോകാനിടയായി, വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി കാണുവാൻ ദൈവമിടയാക്കി. എന്തുകൊണ്ടാണ്? സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. ഈ കാലഘട്ടത്തിലും ദൈവ മക്കളെ, നമ്മൾ സ്ത്രീകൾ ഓരോരുത്തരും നമുക്ക് ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമുക്ക് നമ്മുടേതായ കാര്യങ്ങളെ പറഞ്ഞ് മാറിയിരിക്കുവാൻ ഒരിക്കലും പാടുള്ളതല്ല. നാമും ഈ കാലഘട്ടത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടതായ ആവശ്യങ്ങളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലും ഇന്ത്യയിലും മറ്റും പല രാജ്യങ്ങളിലും, അതെ, നമ്മുടെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും, നമ്മുടെ കേരളത്തിൽ സ്റ്റേറ്റുകളിലും പല പീഡനങ്ങൾ, പ്രയാസങ്ങൾ ദൈവദാസന്മാർക്കെതിരെ, ദൈവജനത്തിനെതിരെ കടന്നു വരുമ്പോൾ നാം അത് കണ്ടുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ കണ്ടുണർന്ന് ഈ നാളുകളിൽ നമ്മളും ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടത്, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ഹല്ലേലൂയ. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. നമുക്കതൊന്നും ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് മാറിയിരിപ്പാൻ ഒരിക്കലും പാടുള്ളതല്ല. നാം ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ശ്രദ്ധയോടെ ഈ നാളുകളിൽ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് നാം മാധ്യമങ്ങളിലൂടെ, ഈ ദിവസങ്ങളിൽ നാം മാധ്യമങ്ങളിലൂടെ ഒരു കാര്യങ്ങളെ കാണുവാനും കേൾക്കുവാനും ഇടയായി തീർന്നു. എന്താണ് മതപരിവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജമീമ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വിജയത്തെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുവാൻ ഇടയായി തീർന്നു. എന്നാൽ അതിന്റെ മുന്നേ ഒരു വർഷം, ഈ ഒക്ടോബറിൽ അവൾക്ക് ദൈവം മറുപടി കൊടുത്തുവെങ്കിൽ കഴിഞ്ഞ ഒക്ടോബറിൽ അവൾ വളരെ പ്രയാസത്തിന്റെ അനുഭവത്തിലൂടെ അവൾ കടന്നുപോയി. എന്താണ് മതപരിവർത്തനം എന്ന് പറഞ്ഞ് അവളുടെ പിതാവിനെയും അവളെയും നിന്ദിച്ച് അപമാനിച്ച് മനുഷ്യരുടെ മുന്നിൽ, അനേക ആളുകളുടെ മുമ്പിൽ അവളെ നിന്ദിച്ച, അവൾക്ക് അർഹതയുണ്ടായിട്ടും അവളെ മാറ്റി നിർത്തി, അവളെ തള്ളിക്കളഞ്ഞ മണ്ഡലങ്ങളിൽ ദൈവം ഒരു വർഷമായപ്പോൾ ഈ ഒക്ടോബറിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. അവൾക്ക് ഉന്നത വിജയം ദൈവം നൽകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ക്രിക്കറ്റ് കളിക്കാരിയായ അവൾക്ക് ഹല്ലേലൂയ ദൈവം ഉന്നത വിജയം നൽകുവാനിടയായി തീർന്നു. അത് ഇന്ത്യയുടെ വിജയമായി ഞാൻ കാണുന്നില്ല, അത് അവളുടെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. ദൈവം അവളെ മാനിപ്പാനിടയായി. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? അവളുടെ പിതാവ് ദൈവസന്നിധിയിൽ എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും ഒരു പ്രാർത്ഥിക്കുന്ന ദൈവ മനുഷ്യനായിരുന്നു. ആ ജമീമ എന്ന് പറയുന്ന പെൺകുട്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പെൺകുട്ടിയാണ്. ദൈവനാമത്തെ ഉയർത്തുന്ന ഒരു പെൺകുട്ടിയാണ്. ദൈവത്തെയും ദൈവനാമത്തിനും ദൈവവചനത്തിനും പ്രാർത്ഥനയ്ക്കും മുൻസ്ഥാനം കൊടുത്തുകൊണ്ട് അവള് ആയിരുന്നു. അതുകൊണ്ട് ദൈവം അവളെ മാനിപ്പാനിടയായി തീർന്നു. അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി, അനേക പ്രയാസത്തിലൂടെ, അനേക വേദനയിലൂടെ അവൾ കടന്നുപോയി. എന്നാൽ അവൾ ഇന്ന് ഈ ദിവസങ്ങളിൽ നാം മാധ്യമങ്ങളിൽ ഒരു ശോഭിക്കുന്ന പെൺകുട്ടിയായി ഹല്ലേലൂയ കാണപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഈ നാളുകളിൽ നാമും നമ്മുടേതായ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് പല തള്ളപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകാം, നിന്ദിക്കപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകാം, പരിഹസിക്കപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകാം. ലോക മനുഷ്യർ നമ്മളെ തള്ളിയേക്കാം. എന്നാൽ ഹല്ലേലൂയ മറ്റു പലരും നിനക്ക് അർഹത ഉണ്ടായിട്ടും, പലതിനും നിനക്ക് അർഹത
ഉണ്ടായിട്ടും അത് ഹല്ലേലൂയ നിന്നെ തള്ളിക്കളഞ്ഞ മണ്ഡലങ്ങൾ ഉണ്ടാകാം, നിന്നെ മാറ്റി നിർത്തിയ മണ്ഡലങ്ങൾ ഉണ്ടാകാം. എന്നാൽ സർവശക്തനായ ദൈവം നിന്നെ കാണുന്നുണ്ട്. നീ മുട്ടുമടക്കി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഒന്ന് ഇരുന്ന് കരയുവാൻ തയ്യാറാണോ? പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? നിന്നെ ഉപയോഗിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം നിന്നെ മാനിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. ആ പെൺകുട്ടിയെ മാത്രമല്ല, നിന്നെ ഉപയോഗിപ്പാൻ ദൈവസന്നിധിയിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മെ ഉപയോഗിപ്പാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിന്റെ ന്യായാധിപന്മാരുടെ പുസ്തകം 5:13 നമുക്ക് കാണുവാൻ കഴിയുന്നത് ദെബോര എന്ന ഒരു സഹോദരിയെ കാണുവാൻ കഴിയും. ഒരു ധീര വനിതയെ കാണുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ന്യായാധിപതിയാകുവാൻ ദൈവം അവളെ ഇടയാക്കി. എന്തുകൊണ്ടാണ്? ഇസ്രായേലിന്റെ ദൈവം അവളെ മാനിപ്പാൻ ഇടയായി. ഹല്ലേലൂയ. അവൾ ഒരു കുടുംബിനിയാണ്, ഒരു വ്യക്തിയുടെ ഭാര്യയാണ്, ആ കുടുംബകാര്യങ്ങൾ മൊത്തം നോക്കുന്ന വ്യക്തിയാണ്. അതിലുപരിയായി ഇസ്രായേലിന്റെ പ്രവാചകിയായിരുന്നു. അതുകൂടാതെ ദൈവത്തിന്റെ വാക്കുകളെ കേട്ടനുസരിച്ച് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായപ്പോൾ ഹല്ലേലൂയ ഇസ്രായേലിന്റെ ന്യായാധിപതിയാക്കി ദൈവം ഉയർത്തുവാനിടയായി തീർന്നു. അവിടെ പുരുഷന്മാരുണ്ടായിരുന്നു. എന്നാൽ ഹല്ലേലൂയ ദൈവം കണ്ടത് ദെബോര എന്ന ധീര വനിതയെയാണ്. ഹല്ലേലൂയ. ഇസ്രായേലിൽ ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് സ്ഥാനമില്ലായിരുന്നു. എന്നാൽ ദൈവം അവളെ കണ്ടു. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന, ശ്രദ്ധയോടെ ദൈവവചനത്തെ അനുസരിക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് ദൈവം അവളെ ഉപയോഗിപ്പാനിടയായി തീർന്നു. ശത്രുവിനെ ഹല്ലേലൂയ ഹല്ലേലൂയ ശത്രുവിന്റെ യുദ്ധത്തിങ്കൽ ഹല്ലേലൂയ ഹല്ലേലൂയ അവളും പങ്കാളിയാകുവാൻ ഇടയായി തീർന്നു. അവിടെ 3 വ്യക്തിയെ പ്രധാനമായി പറയുന്നുണ്ട്. ഒന്നാമതായി ദെബോര, രണ്ടാമതായി ബാരാക്ക്, മൂന്നാമതായി യായിയേൽ എന്ന് പറയുന്ന സ്ത്രീ. അതും ഒരു സ്ത്രീ തന്നെയാണ്. അവൾ കൂടാരവാസിയായിരുന്നു. അവൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുവാൻ കഴിവില്ല. അവൾ കൂടാരത്തിൽ മാത്രം ഒതുങ്ങിയിരുന്ന പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി. കൂടാരവാസി എന്ന് പറയുമ്പോൾ കൂടാരത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. ഉത്തമയായ ഒരു സ്ത്രീയായിരുന്നു. കുടുംബത്തിലെ സകല കാര്യങ്ങളും നോക്കുന്ന വ്യക്തിയായിരുന്നു. അവളെ സീസരയെ ഹല്ലേലൂയ ശത്രുവായവനെ തകർക്കുവാൻ തക്കവണ്ണം ആ യായേലിനെയാണ് ദൈവം ഉപയോഗിച്ചത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നാം വായിക്കുമ്പോൾ ബൈബിളിൽ അനേകം സ്ത്രീരത്നങ്ങളെ ദൈവം ഉപയോഗിച്ചതായിട്ട് കാണുവാൻ കഴിയുന്നു. നമ്മെയും ദൈവം ഉപയോഗിക്കും. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ. ഹല്ലേലൂയ. അടുത്തതായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തു എന്നുള്ളതാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുക എന്നുള്ളതാണ്. എബ്രായർ 3:1 അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവേൻ. ആരെയാണ് നാം ശ്രദ്ധിച്ചു നോക്കേണ്ടത്? ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുകയാണ് ഹല്ലേലൂയ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണമെന്ന്. ഹല്ലേലൂയ ഹല്ലേലൂയ. രക്ഷയ്ക്ക് കാരണമായ ഹല്ലേലൂയ ക്രിസ്തുവിനെയാണ് നാം ശ്രദ്ധിച്ചു നോക്കേണ്ടത്. നാം മറ്റു പലരിലേക്കും നോക്കിയാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. നമ്മുടെ നോട്ടം മാതാപിതാക്കളിലേക്കോ, ഭർത്താവിലേക്കോ, മക്കളിലേക്കോ, മറ്റു പലതിലേക്കുമാണോ? നിന്റെ ജോലിയിലേക്കാണോ? നിന്റെ കഴിവുകളിലേക്കാണോ? ഹല്ലേലൂയ. നിന്റെ സമ്പത്തിലേക്കാണോ? നിന്റെ വിദ്യാഭ്യാസത്തിലേക്കാണോ? അവിടേക്കല്ല നോക്കേണ്ടത്. നസ്രായനായ യേശുവിലേക്കാണ് നോക്കേണ്ടത്. ഹല്ലേലൂയ. നീ യേശുവിനെ നോക്കി, ശ്രദ്ധിച്ചു നോക്കി ഹല്ലേലൂയ ഈ ക്രിസ്തീയ ജീവിതം നയിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ ഇവിടെയാകും. ഹല്ലേലൂയ. നീ മറ്റു പലരിലേക്ക് നോക്കിയാൽ, നിന്റെ ശ്രദ്ധ മാറിപ്പോയാൽ ഹല്ലേലൂയ ഹല്ലേലൂയ പരാജയം സംഭവിപ്പാനിടയായി തീരും. ഹല്ലേലൂയ ഹല്ലേലൂയ. എബ്രായർ 12:2 വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക എന്ന് പറയുന്നു. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും നമ്മെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നവനുമായ യേശുവിനെ ശ്രദ്ധിച്ചു
നോക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവരിലേക്ക് നാം നോക്കിയാൽ നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. എന്നാൽ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് സ്വർഗീയ വിളിയുടെ പരമമായ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ഹല്ലേലൂയ കഴിയും. ഇതിനായി ഹല്ലേലൂയ നമ്മളെ ഓരോരുത്തരും ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ്, ഹല്ലേലൂയ, നമുക്കറിയാം പത്രോസ് കടലിന്റെ മുകളിലൂടെ കടന്നു വരുന്ന യേശുവിനെ നോക്കി യേശു നടക്കുന്നത് പോലെ തനിക്കും നടക്കണമെന്ന ഒരു ആഗ്രഹമുണ്ടായി. താനും നടക്കണം. യേശുവിനോട് ആ ആഗ്രഹം പ്രകടിപ്പിച്ചു. യേശു ഹല്ലേലൂയ യേശുവിനെ നോക്കി പത്രോസ് കടന്നു വരുവാൻ പറഞ്ഞപ്പോൾ പത്രോസ് നടന്നു വന്നു. എന്നാൽ പാതി വഴിയിൽ അവൻ മറ്റു പലയിടങ്ങളിലേക്കും ശ്രദ്ധിപ്പാനിടയായി. യേശുവിനെ നോക്കി ആണ് ഇറങ്ങിയത്. പക്ഷേ ഹല്ലേലൂയ പാതി വഴിയിൽ വന്നപ്പോൾ ഹല്ലേലൂയ മറ്റു പലതിലേക്ക് അവൻ ശ്രദ്ധ മാറിപ്പോയി. അവൻ താഴുവാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്നാൽ യേശു അവന്റെ കരത്തിൽ പിടിക്കുവാനിടയായി. ഹല്ലേലൂയ. നീ കർത്താവായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി അവനെ തന്നെ ഹല്ലേലൂയ പിൻചെല്ലുന്നു എങ്കിൽ ദൈവം നിന്നെ ഹല്ലേലൂയ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുവാൻ, അക്കരെ എത്തിക്കുവാൻ, സ്വർഗീയ ഹല്ലേലൂയ ഭവനത്തിൽ എത്തിക്കുവാൻ മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. അതിനായി നമ്മെ ഓരോരുത്തരും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ